ഹാപ്പനിങ് ഹൗസ് തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 16ാം ദിവസവും തുടരുന്നു. ഇന്ന് റീത്ത് വെച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം. ലിസ്റ്റിന്റെ കാലാവധി തീരാൻ ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. വിവരങ്ങളുമായി മീര മനോഹരനിലേക്ക് എത്തുന്നതിന് മുമ്പേ ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം. വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം 16ാം ദിവസവും തുടരുകയാണ്. ഇന്ന് റീത്ത് വെച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത്. മീര മനോഹരൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. മീര, ഇനി 2 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇനി പ്രവൃത്തി ദിവസങ്ങളില്ലല്ലോ മീര. അപ്പോൾ ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞു, സാങ്കേതികമായി കഴിഞ്ഞില്ലെങ്കിലും പ്രവൃത്തി ദിനം എന്ന അടിസ്ഥാനത്തിൽ കഴിഞ്ഞു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതല്ലേ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. ഇനി 2 ദിവസങ്ങൾ മാത്രമാണ്. അവസാന പ്രവൃത്തി ദിവസം ഇന്നലെയായിരുന്നു. ഇനി 19ാം തീയതിയാണ്. അന്ന് പക്ഷേ ഇവരുടെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കും. ചുരുക്കത്തിൽ പ്രതീക്ഷ മുഴുവൻ അവസാനിച്ച ഒരു സാഹചര്യമാണ് ഇന്നിപ്പോൾ. ഇതിലെ വഴിയിൽ കൂടെ പോകുന്നവരെ പോലും വേദനിപ്പിക്കുന്ന തരത്തിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധ രീതിയിലേക്കാണ് ഇവർ നീങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ 3 പേർ കിടക്കുന്നു. വെള്ള പുതയ്ക്കുന്നതിന് ശേഷം റീത്ത് വെച്ച് അവർക്ക് ചുറ്റുമിരുന്ന് മുദ്രാവാക്യങ്ങൾ ഉൾപ്പെടെ വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഇവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ വൈകുന്നേരത്തോടു കൂടി അതും അസ്തമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെ പറ്റാവുന്ന നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലിസ്റ്റിലുള്ള എല്ലാവർക്കും നിയമനം നടത്താൻ സാധിക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഇന്നലത്തെ പ്രസ് മീറ്റിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവസാന പ്രതീക്ഷയും അവസാനിച്ചു എന്നൊരു നിലയിലാണ് ഇപ്പോൾ ഇവരുടെ അവസ്ഥ. എന്തായാലും വഴിയെ പോകുന്നവരെ പോലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഇപ്പോൾ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിനാണ് ഇന്നിവർ നേതൃത്വം കൊടുക്കുന്നത്. നിരവധിയായ സഹന സമരങ്ങളായിരുന്നു ദിവസങ്ങളായി ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ വനിതാ CPO ഉദ്യോഗാർത്ഥികൾ നടത്തി വരുന്നത്. ഉപ്പിൽ കാലുകുത്തി നിന്നും ശയനപ്രദക്ഷിണം വെച്ചും കൈകാലുകൾ ബന്ധിച്ചും ഉൾപ്പെടെ സ്വന്തം ജീവിതം ഒരു മൈമ പോലെ അവതരിപ്പിച്ചും ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ സാഹചര്യത്തിലൊക്കെയും അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും ഇനി 2 ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഇനിയും പ്രതീക്ഷ കൈവിടുന്നില്ല. അവസാനത്തിലെങ്കിലും നിയമനം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്. എങ്കിലും ഈ ഒരു രംഗം ഉൾപ്പെടെ എല്ലാവരെയും വേദനിപ്പിക്കുന്നതാണ്. ഇവരെ ഈ തെരുവിൽ ഇങ്ങനെ ഇരുന്ന് പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥയിൽ ഇവരെത്തി എന്നുള്ളതാണ് എല്ലാവരും വേദനയോടെ നോക്കുന്നത്. ഏപ്രിൽ 19-നാണ് ഈ ഒരു ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത്. 967 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ട ലിസ്റ്റായിരുന്നു അത്. അതിലിപ്പോൾ 30% മാത്രമാണ് നിയമനം നടത്തിയിട്ടുള്ളത്. 50% പോലും നിയമനം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള പരമാവധി നിയമനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ്. എങ്കിലും ഇവർ പറയുന്നത് വിവരാവകാശ നിയമം ഉൾപ്പെടെ അന്വേഷിച്ചപ്പോൾ അവർക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇനിയും ഒഴിവുകളുണ്ടെന്നാണ്. അതിലേക്കുള്ള നിയമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സമരം ഇപ്പോഴും ഇവർ തുടരുന്നത്. എങ്കിലും ഇപ്പോഴും അവർക്ക് ചുറ്റുമിരുന്ന് ഇവർ നിരാഹാര സമരം 16ാം ദിവസമാണ്. ഈ ഒരു റീത്ത് വെച്ചതിന് ചുറ്റുമിരുന്നു കൊണ്ട് പ്രതിഷേധത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ബിനിൽ. ഓക്കെ, മീര മനോഹരനാണ് നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ 2022 ലിസ്റ്റിൽപ്പെട്ടിട്ടുള്ള വനിതാ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഇന്നിപ്പോൾ റീത്ത് വെച്ചുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. അവരുടെ ലിസ്റ്റിൻ്റെ കാലാവധി കഴിയാൻ സാങ്കേതികമായി 2 ദിവസമാണ്. പക്ഷേ പ്രവൃത്തി ദിനങ്ങളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. അടുത്ത പ്രവൃത്തി ദിനം എത്തുമ്പോഴേക്കും ആ ലിസ്റ്റിൻ്റെ കാലാവധി പൂർത്തിയായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവരുടെ ആശകളും പ്രതീക്ഷകളും എല്ലാം അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 16 ദിവസങ്ങളായി തെരുവിൽ വിവിധ തരത്തിലുള്ള സമരമാണ് നടത്തിക്കൊണ്ടിരുന്നത്. ജീവനുള്ള മനുഷ്യർക്ക് മുകളിൽ റീത്ത് വെച്ച് കിടക്കേണ്ടി വരുന്നത് നിവർത്തികേടാണ്. ആ നിവർത്തികേടാണ് അവർ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വെക്കുന്നത്. മീര മനോഹരനാണ് വിവരങ്ങൾ നൽകിയത്. എടുത്ത് വെക്കും. എടുത്തോ